ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ ഇടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഡബിൾ ഹെഡർ ആയിരുന്നല്ലോ. ഇതോടുകൂടെ IPL 62 കളികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതായത് ലീഗ് സ്റ്റേജിൽ ഇനി വെറും 12 മത്സരങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇതുവരെ RCB മാത്രമാണ് ഒഫീഷ്യലായിട്ട് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുന്നതും അതേപോലെ മുംബൈ ഇന്ത്യൻസും LSGയും മാത്രമേ ഇതുവരെ ഒഫീഷ്യലായിട്ട് എലിമിനേറ്റ് ആവുകയും ചെയ്തിട്ടുള്ളൂ. സോ ബാക്കിയുള്ള 7 ടീമുകളിൽ ആർക്ക് വേണമെങ്കിലും പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയും. ഇത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഫിനിഷിംഗിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസം CSKയും SRHും തമ്മിലുള്ള ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടമാണ് നടക്കാനിരിക്കുന്നത്. ഇന്ന് CSK തോൽക്കുകയാണെങ്കിൽ അവരുടെ പ്ലേ ഓഫ് സ്വപ്നങ്ങൾ ഏതാണ്ട് അസ്തമിച്ച് പോകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യവും. IPL അവസാനമായി നടന്ന 3 കളികളും CSKക്ക് അനുകൂലമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് KKR ഗുജറാത്ത് ടൈറ്റൻസിനെ തോൽപ്പിച്ചു, PBKസിനെ RCB തോൽപ്പിച്ചു, അതേപോലെ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെയും തോൽപ്പിച്ചിരിക്കുന്നു. ഇതോടുകൂടി CSKക്ക് വലിയ സുവർണാവസരമാണ് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. ബാക്കിയുള്ള 2 കളികളും വിജയിച്ചാൽ നെറ്റ് റൺ റേറ്റ് കൂടി ഒരൽപ്പം മികച്ചതാക്കാൻ സാധിക്കുകയാണെങ്കിൽ CSKക്ക് അനായാസം പ്ലേ ഓഫിലേക്ക് ഉറപ്പിക്കാൻ കഴിയും. ഏതായാലും ഓരോ ടീമുകളുടെയും സാധ്യത എങ്ങനെയാണ്? ഇന്ന് SRH CSK തോൽപ്പിക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും അതേപോലെ ഗുജറാത്ത് ടൈറ്റൻസും ഒഫീഷ്യലായിട്ട് തന്നെ പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഒരു മത്സരത്തിനുണ്ട്. നിലവിൽ ഓരോ ടീമിന്റെയും പ്ലേ ഓഫ് സാധ്യത എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. RCB ഒഫീഷ്യലായിട്ട് തന്നെ ക്വാളിഫൈ ആയിരിക്കുന്നു. ഇനി അവർക്ക് ടോപ്പ് 2 ഫിനിഷ് ചെയ്തുകൊണ്ട് ക്വാളിഫയർ കളിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഗുജറാത്ത് ടൈറ്റൻസിലേക്ക് വരികയാണെങ്കിൽ ഇനി ഒരു കളിയാണ് ബാക്കിയുള്ളത്. അതിൽ വലിയ തോതിൽ പരാജയം ഏറ്റുവാങ്ങുകയാണെങ്കിൽ CSK ബാക്കിയുള്ള 2 കളികളും വിജയിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ പോയിന്റ് ടേബിളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന GT പോലും പുറത്താവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അടുത്ത കളി CSK തോൽപ്പിക്കുകയാണെങ്കിൽ GT അനായാസം പ്ലേ ഓഫ് ഉറപ്പിക്കുകയും ചെയ്യും. ഇവൻ ടോപ്പ് 2 വരെ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഏതായാലും പഞ്ചാബ് കിങ്സ് മാക്സിമം ഇനി 15 പോയിന്റുകൾ മാത്രമേ സ്വന്തമാക്കുകയുള്ളൂ. CSK SRHനോട് തോൽക്കുകയാണെങ്കിൽ അവർക്ക് മാക്സിമം 14 പോയിന്റിലേക്ക് മാത്രമേ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. രാജസ്ഥാൻ റോയൽസിന് ഇനി മാക്സിമം 16 പോയിന്റുകളാണ് ലഭിക്കുക. എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്നത്തെ മത്സരത്തിൽ SRH വിജയിക്കുകയാണെങ്കിൽ അവർക്ക് ഓൾറെഡി 16 പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈസിലി അവർക്ക് പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യാനും കഴിയും. സോ SRHന് മാത്രമല്ല ഗുജറാത്ത് ടൈറ്റൻസിനും ഇന്ന് CSK തോൽക്കണമെന്നുള്ളതാണ്. എന്നാൽ ബാക്കിയുള്ള ടീമുകൾക്ക് പ്രതീക്ഷകൾ വലിയ തോതിൽ ജ്വലിപ്പിച്ച് നിർത്തണമെങ്കിൽ ഇന്ന് CSK വിജയിക്കുകയും വേണം. അതാണ് ഇപ്പോഴത്തെ പ്രത്യേകത എന്നുള്ളത്. PBKസിന് ഇനി പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ CSKയും രാജസ്ഥാൻ റോയൽസും തങ്ങളുടെ ബാക്കിയുള്ള 2 കളികളിൽ ഒന്ന് തോൽക്കണം. അതേപോലെ തന്നെ പഞ്ചാബ് കിങ്സ് അടുത്ത കളി വിജയിക്കുകയും വേണം. എന്താ അല്ലേ, ഈ ഒരു സീസണിൽ ആദ്യമായിട്ട് പ്ലേ ഓഫ് ഉറപ്പിക്കും, ഇവൻ ടോപ്പ് 2 വരെ ഫിനിഷ് ചെയ്യുമെന്ന് പലരും പ്രതീക്ഷിച്ച പഞ്ചാബ് കിങ്സ് ആണ് ടോപ്പ് 4ലേക്ക് കയറാൻ ഇനി അടുത്ത കളി വിജയിച്ചാൽ മാത്രം പോരാ, മറ്റുള്ള ടീമുകളുടെ റിസൾട്ട് കൂടി അനുകൂലമാവണമെന്നുള്ള സാഹചര്യത്തിലേക്ക് വീണുപോയിരിക്കുന്നത്. ഏതായാലും CSKയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത 2 കളികളും വിജയിക്കണം. രാജസ്ഥാൻ റോയൽസും അടുത്ത 2 കളികൾ വിജയിക്കുകയാണെങ്കിൽ CSKക്ക് നെറ്റ് റൺ റേറ്റ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. സോ നെറ്റ് റൺ റേറ്റ് കൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിലുള്ള വിജയങ്ങൾ സ്വന്തമാക്കുക എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്നത്തെ കളി അവർക്ക് ജീവൻ മരണ പോരാട്ടമാണെന്ന് പറയേണ്ടി വരും. രാജസ്ഥാൻ റോയൽസിലേക്ക് വരുമ്പോൾ അവർക്കും CSK പരമാവധി ഒരു കളിയെങ്കിലും തോൽക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ രാജസ്ഥാൻ റോയൽസ് ബാക്കിയുള്ള 2 കളികളും വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ കഴിയും. പക്ഷേ നെറ്റ് റൺ റേറ്റ് കൂടി ഒരൽപ്പം മികച്ചതാക്കിയാൽ മതി. ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുമ്പോൾ അവർക്കിനി പ്ലേ ഓഫിലേക്ക് എത്തണമെങ്കിൽ പഞ്ചാബ് കിങ്സ് നെക്സ്റ്റ് മാച്ച് തോൽക്കണം. അതേപോലെ CSKയും രാജസ്ഥാൻ റോയൽസും ഈ 2 ടീമുകളും തങ്ങളുടെ ബാക്കിയുള്ള 2 കളികളിൽ ഒരു കളിയെങ്കിലും തോൽക്കുകയും വേണം. എന്നാൽ ഡൽഹി ക്യാപിറ്റൽസിന് പോലും മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ടെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു IPLനെ വെറും 12 മത്സരങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്തും ഇത്രത്തോളം ത്രില്ലിംഗ് ആക്കി മാറ്റുന്നതും. KKRലേക്ക് വരികയാണെങ്കിൽ അവർക്കും PBKസിന് പറഞ്ഞതുപോലെ തന്നെ സെയിം സിനാരിയാണ് ബാധകമായിട്ട് വരുന്നത്. കാരണം അവർക്കിപ്പോൾ 11 പോയിന്റുകൾ മാത്രമേ ഉള്ളൂവെങ്കിൽ കൂടി ഇനിയും 2 മത്സരങ്ങൾ ബാക്കിയുണ്ട്. അതിൽ 2ലും വിജയിച്ചാൽ 15 പോയിന്റുകൾ ലഭിക്കും. പക്ഷേ തീർച്ചയായിട്ടും CSKയും രാജസ്ഥാൻ റോയൽസും 2 ടീമുകളും തങ്ങളുടെ ബാക്കിയുള്ള 2 കളികളിൽ ഒരു കളിയെങ്കിലും തോൽക്കണം. അതേപോലെ തന്നെ KKR 2 കളികളും വിജയിക്കുകയും വേണം. മികച്ച നെറ്റ് റൺ റേറ്റ് കൂടി ഉണ്ടെങ്കിൽ ഈ ഒരു സീസണിൽ നിന്നും ആദ്യമായിട്ട് എലിമിനേറ്റ് ആയി പോകുമെന്ന് പലരും പ്രതീക്ഷിച്ച KKRന് പോലും ഇവൻ ഇപ്പോഴും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഏതൊക്കെ ടീമുകളായിരിക്കും ഇത്തവണ ടോപ്പ് 4ൽ ഫിനിഷ് ചെയ്യാൻ പോകുന്നത്? അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.